പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻറ് തോമസ് കോളേജിലെ 2025-26 വർഷത്തിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ സീറ്റുകളിലേക്കുള്ള UG മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ സീറ്റുകളിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷനും അതുപോലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുമാണ്. അതിനായിട്ട് ആദ്യമായി ചെയ്യേണ്ടത് സെൻറ് തോമസ് കോളേജിൻ്റെ വെബ്സൈറ്റായ www.sthomas.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുക. അവിടെ അഡ്മിഷൻസ് 2025 എന്നുണ്ടാകും. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് UG അഡ്മിഷൻ, ഇൻ്റഗ്രേറ്റഡ് PG അഡ്മിഷൻ, അതുപോലെ PG അഡ്മിഷൻ കാണാം. ഇവിടെ നമുക്ക് UG അഡ്മിഷൻ ആയത് കാരണം മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്കാണ് എത്തിച്ചേരുക. ഈ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ, രജിസ്റ്റർ എന്നുണ്ടാകും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേര്, ഫസ്റ്റ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്. ഇവിടെ നിങ്ങളുടെ SSLC ബുക്കിൻ്റെ അല്ലെങ്കിൽ ഒഫീഷ്യൽ റെക്കോർഡുള്ള കറക്റ്റ് പേര് തന്നെ കൊടുക്കണം. കാരണം ഈ പേര് തന്നെയായിരിക്കും പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടായിരിക്കുക. ഇത് പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതുപോലെ ഇമെയിൽ ID, സ്റ്റുഡൻറ്റിന് തന്നെ ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ കാൻഡിഡേറ്റിന് തന്നെ മൊബൈൽ നമ്പറും കൊടുക്കുക. മറ്റു മൊബൈൽ നമ്പറുകൾ കൊടുക്കരുത്. നിങ്ങൾ മറ്റേതെങ്കിലും ഇൻ്റർനെറ്റ് കഫേകളിലാണ് പോകുന്നതെങ്കിൽ അവരുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ID യോ കൊടുക്കരുത്. നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID തന്നെ കൊടുക്കുക. കാരണം ഇനിയുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസ് ആയാലും അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള ഇൻഫർമേഷൻ ആയാലും നിങ്ങൾക്ക് ഈ മൊബൈൽ നമ്പറും ഈ ഇമെയിൽ IDയിലേക്ക് ആയിരിക്കും വരിക. ആയതിനാൽ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ IDയും തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ ലോഗിനും പാസ്വേഡും വരും. നിങ്ങളുടെ ലോഗിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ID തന്നെയായിരിക്കും. അതുപോലെ പാസ്വേഡ് ഒരു നമ്പർ ആയിരിക്കും. ആ ലോഗിനും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ലോഗിനും പാസ്വേഡും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് ആയിരിക്കും കിടക്കുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഫോം കാണാം. ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദ ഫസ്റ്റ് ഇയർ UG ഡിഗ്രി കോഴ്സ് എന്നും അതുപോലെ ആപ്ലിക്കേഷൻ ഫോർ UG മാനേജ്മെൻറ്റ് കോട്ട എന്നുമാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷനാണ്, ആപ്ലിക്കേഷൻ ഫോമാണ് ഫയൽ ചെയ്യുന്നതെങ്കിലും ആദ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ദ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ് 2025 ഇത് ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ഈ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ക്ലിക്ക് ടു അപ്ലൈ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ശരിക്കും വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഓക്കെ, അടുത്തത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ റിസർവേഷൻ ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ, OBC, OEC, SC, ST നിങ്ങളുടെ SSLC ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റോ പ്രകാരം നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, OEC ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം കറക്റ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ഇതും പിന്നീട് നമുക്ക് എഡിറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അത് കാരണം കറക്റ്റായിട്ടുള്ള റിസർവേഷൻ സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷമായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ 250 രൂപയാണ് വരുന്നത്. നിങ്ങളുടെ ജനറൽ കോട്ടയിലൂടെ ആപ്ലിക്കേഷൻ ഫോം ആണ് ആദ്യം നമ്മൾ ഫയൽ ചെയ്യുന്നത്. ജനറൽ കോട്ടയുടെ ആപ്ലിക്കേഷൻ ഫോം മുഴുവനായിട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് നിങ്ങളുടെ മാർക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതേ ഫോമിൽ തന്നെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ വീണ്ടും ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ആവശ്യമുണ്ടാകുന്നതല്ല. സോ ഇവിടെ നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. കാർഡ്സ് ഉപയോഗിച്ചും അതുപോലെ നെറ്റ് ബാങ്കിങ്, UPI വാലറ്റ് ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിങ്ങനെ മെസ്സേജുകൾ കാണിക്കും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്ക് കൊണ്ടുപോകുക. ഇവിടെ പ്രൊസീഡ് കൊടുക്കുക. ദെൻ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഇവിടെ പേര് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത പേര് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുക. അതിനുശേഷം നിങ്ങളുടെ എക്സ്പാൻഷൻ
ഓഫ് ഇനീഷ്യൽസ്, നിങ്ങളുടെ പേര് ഇനീഷ്യൽസിൻ്റെ എക്സ്പാൻഷൻ നൽകുക, എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങളുടെ സിഗ്നേച്ചർ ഒരു പേപ്പറിൽ എഴുതി സ്കാൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ പ്ലേസ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും നിങ്ങൾ എൻ്റർ ചെയ്ത രജിസ്ട്രേഷൻ്റെ സമയത്ത് എൻ്റർ ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ ഉണ്ടാവും. ജെൻഡറും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല. ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ദെൻ ഹൈറ്റ്, അതുപോലെ നാഷണാലിറ്റി മാറ്റമുണ്ടെങ്കിൽ അത് ചെയ്യുക. ബൈ ഡിഫോൾട്ട് ഇന്ത്യൻ വന്നിട്ടുണ്ടാകും. ശേഷം നിങ്ങൾ റിലീജിയൻ സെലക്ട് ചെയ്യുക. ക്രിസ്ത്യൻ, ഹിന്ദു, ഇസ്ലാം അതുപോലെ നോൺ റിലീജിയൻ എന്ന ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏതാണ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാസ്റ്റ് ഉണ്ടാകും. ഇപ്പം ക്രിസ്ത്യൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതുപോലെ ഹിന്ദു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കാസ്റ്റുകൾ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ക്രിസ്ത്യൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയോസിസ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടി വരും, അത് കൊടുക്കുക. അടുത്തത് പ്രധാനപ്പെട്ട ഒരു റിസർവേഷനാണ് സീറ്റ് റിസർവേഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഇതിൽ എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്ക് പ്രധാനമായിട്ടും 4 റിസർവേഷനാണ് ഉണ്ടാകുക. ഒന്ന് ജനറൽ ഉണ്ടാകും, കമ്മ്യൂണിറ്റി ഉണ്ടാകും, SC, ST അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട. ജനറൽ, കമ്മ്യൂണിറ്റി, SC, ST, മാനേജ്മെൻറ്റ് കോട്ട, ഈ 4 റിസർവേഷൻസാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ട സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാകത്തില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ആണോ അതുപോലെ SC, ST ആണോ ജനറൽ ആണോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് ജനറൽ, മാനേജ്മെൻറ്റ് കോട്ട, SC, ST എന്നതിന് പുറമെ ETB, ഈഴവ, തീയ, ബിലവ, LC അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻസ്, മുസ്ലിംസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ്, OBC, OEC, SC, ST മുതലായ ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കി കറക്റ്റായത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആനുവൽ ഇൻകം എഴുതുക. കാരണം ഈ ആനുവൽ ഇൻകം നിങ്ങളുടെ ഫീസ് റിസർവേഷനെ, നിങ്ങൾ ഫീസ് കൺസെഷനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഫീസ് കൺസെഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് SC, ST, OEC സ്റ്റുഡൻസിന് ഫീസ് കൺസെഷൻ ഉണ്ടായിരിക്കുന്നതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ആനുവൽ ഇൻകം. ആനുവൽ ഇൻകം എത്രയായാലും ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ജനറൽ OBC സ്റ്റുഡൻസിന് 1,00,000-ൽ താഴെയാണ് ആനുവൽ ഇൻകമെങ്കിൽ അവർക്ക് ഫീസ് കൺസെഷന് എലിജിബിൾ ആയിരിക്കും. അതുപോലെ OBC H കാറ്റഗറിയിൽപ്പെടുന്ന സ്റ്റുഡൻസ്, അതായത് OBC കാറ്റഗറിയിൽപ്പെടുന്ന OEC കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷണൽ റിസർവേഷനുള്ള കുട്ടികൾ OBC H കാറ്റഗറി എന്ന് പറയും. അവർക്ക് 6,00,000 വരെയാണ് അവരുടെ ഫീസ് കൺസെഷനുള്ള പരിധി. ജനറൽ OBC സ്റ്റുഡൻസിന് 1,00,000-ന് മുകളിൽ ആനുവൽ ഇൻകമുള്ള കുട്ടികൾക്ക് ഫീസ് കൺസെഷന് ഇളവുണ്ടാവുകയില്ല. അതിനുശേഷം നിങ്ങളെടുത്ത് ഫീ റിസർവേഷൻ ഇത് സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് ജനറലാണ്, നിങ്ങൾക്ക് ഫീസ് കൺസെഷൻ ഇല്ലെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യാം. അതേസമയം ജനറലാണ് പക്ഷേ ഫീസ് കൺസെഷൻ ഉണ്ടെങ്കിൽ ജനറൽ കൺസെഷൻ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ OBC കൺസെഷൻ, ഇനി OBC H ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, OEC അതാണ് സെലക്ട് ചെയ്യുക, SC, ST ഇത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഈ കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ തൃശ്ശൂർ രൂപതയിൽപ്പെടുന്ന ഇടവകകളിലെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോട്ടയാണ് കമ്മ്യൂണിറ്റി. സോ തൃശ്ശൂർ ഡയോസിസിൽപ്പെടുന്ന ക്രിസ്ത്യൻ കുട്ടികളാണ് ഇവിടെ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കുട്ടിയുടെ ആധാർ നമ്പർ, കമ്മ്യൂണിക്കേഷൻ അഡ്രസ് മുതലായവ കൊടുക്കാവുന്നതാണ്. ശേഷം
സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താലൂക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾക്ക് പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. പാരൻസിൻ്റെ പേര്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, അതുപോലെ അമ്മയുടെ പേര്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, അതുപോലെ ഗാർഡിയൻ്റെ പേര്, റിലേഷൻഷിപ്പ് വിത്ത് ഗാർഡിയൻ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ ആവശ്യമുണ്ടാകുക. ഇവിടെ ഫാദേഴ്സ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അമ്മയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇനി കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ അഡ്രസ്സുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം പാരൻറ്റിൻ്റെ ഇമെയിൽ ID കൊടുക്കേണ്ടതാണ്. പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പറും കൊടുക്കേണ്ടതാണ്. സ്റ്റുഡൻറ്റിൻ്റെ മൊബൈൽ നമ്പർ അല്ല അവിടെ കൊടുക്കേണ്ടത്, പാരൻറ്റിൻ്റെ മൊബൈൽ നമ്പർ തന്നെ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇൻകം ലൈൻ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ APL, BPL അതറാണ് കൊടുക്കേണ്ടത്, അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആർ യു ഡിഫറൻ്റ്ലി ഏബിൾഡ്, അത് കറക്റ്റായിട്ട് തന്നെ നോക്കി ചെയ്യണം. യെസ് ഓർ നോ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ബസ് കൺസെഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ ബസ് ടൈപ്പ് പ്രൈവറ്റ് ആണോ KSRTC ആണോ ഏതാണെന്നുള്ളത് കൊടുക്കേണ്ടത് വരും. അതിനുശേഷം ബസ് റൂട്ട് അതുകൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്, എവിടെ നിന്നാണ് നിങ്ങൾ കയറുന്നത്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക. സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇനി അടുത്ത ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ നമുക്ക് അടുത്ത ഏത് കോഴ്സിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത്, അത്തരം കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടതൊക്കെ ഒരു ഓപ്ഷനാണ്. അത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഹയർ സെക്കൻഡറി റിസൾട്ട് വരുന്ന ആ ദിവസം നമ്മളത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. അന്ന് നിങ്ങൾക്ക് ഈ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്കിവിടെ മൈ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും, അതിൻ്റെ അകത്ത് എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾക്ക് മാനേജ്മെൻറ്റ് കോട്ട, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ വീഡിയോ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ടയുടെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ മാനേജ്മെൻറ്റ് കോട്ട ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബാക്ക് ടു മൈ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞു മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യുകയും പിന്നീട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് കോട്ട 2025 അഡ്മിഷൻ ഈ ഒരു ക്ലിക്ക് ടു അപ്ലൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ദെൻ നമ്മൾ സെലക്ട് ചെയ്ത ജനറൽ കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്, റിസർവേഷൻ. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ മാനേജ്മെൻറ്റ് കോട്ടയുടെ ഫീസ് 150 രൂപയാണ്. അത് നമ്മൾ പേ ചെയ്യണം. നമ്മൾ മുൻപ് പേ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് പേ ചെയ്യാവുന്നതാണ്. പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോയിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത പേര്, നിങ്ങളുടെ ഫോട്ടോ, അതുപോലെ ഇമെയിൽ ID മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇനി പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ആ പെർമനൻ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ദെൻ ഡിസ്ട്രിക്റ്റ്, റിലീജിയൻ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് തന്നെ ഇവിടെ വരുന്നുണ്ടാകും. അതുപോലെ ബാക്കി പാരൻസിൻ്റെ ഡീറ്റെയിൽസും ഗാർഡിയൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാകും. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാരീഷ്, നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങളുടെ പാരീഷ്, ഡയോസിസ്, വികാരിയുടെ പേര്, 11th പെർസെൻറ്റേജ്, ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് വികാരിയുടെ പേര് വരെ കൊടുക്കാം. ഇനി 11th പെർസെൻറ്റേജ് നമ്മുടെ മാനേജ്മെൻറ്റ് കോട്ടയുടെ അഡ്മിഷൻ പ്രധാനമായിട്ടും 11th മാർക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് 11th പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം 12th ബോർഡ്, ഏത് നിങ്ങൾ CBSE ആണോ HSE ആണോ ICSE ആണോ ഏത് ബോർഡ് എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം 12th സ്ട്രീം നിങ്ങൾ പഠിച്ചത്, ഇത് ശ്രദ്ധയോടെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒത്തിരി അധികം
സ്ട്രീമുകൾ നമ്മൾക്കുണ്ട്. സോ ഇവിടെ ശ്രദ്ധയോടെ നോക്കുക. നിങ്ങൾ ഏത് സ്ട്രീമാണ് പഠിച്ചത്? നിങ്ങളുടെ സബ്ജക്റ്റ് പഠിച്ചിട്ട സബ്ജക്ട്സിൻ്റെ കോമ്പിനേഷൻ നോക്കുക. നിങ്ങളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം 12th ഓൾറെഡി പാസ്സായ കുട്ടികളാണെങ്കിൽ, അതായത് റിസൾട്ട് വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ 12th പെർസെൻറ്റേജ് ഇവിടെ എഴുതാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഈ 12th ഈ സ്ട്രീമിൽ നിങ്ങളുടെ സ്ട്രീം ഇല്ലെങ്കിൽ, അങ്ങനെ സാധ്യത കുറവാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ admissions@stthomas.ac.in എന്ന് പറയുന്ന ഇമെയിലിലോട്ട് നിങ്ങളൊരു മെയിൽ അയക്കുക. നമ്മളോടൊപ്പം തന്നെ ആ സ്ട്രീം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അത് ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ പ്രത്യേകം നിങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടെ വെച്ച്, പേരും കോൺടാക്ട് നമ്പർ വെച്ച് മെയിൽ അയക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സുകൾ, ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കോഴ്സുകൾ ഓരോന്ന് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഓരോ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് കുറേ എയ്ഡഡ് കോഴ്സുകളും സെൽഫ് ഫിനാൻസ് കോഴ്സുകളും ഉണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോഴ്സുകൾക്ക് എയ്ഡഡ് കോഴ്സുകളേക്കാൾ ഫീസുകൾ കൂടുതലായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയിക്കാവുന്നതാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കോഴ്സും അത് സെൽഫ് ഫിനാൻസിങ് ആണോ എയ്ഡഡ് ആണോ എന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഓരോ കോഴ്സുകളും നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾക്കിപ്പം കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇനി അടുത്തൊരു പ്രിഫറൻസ്, നിങ്ങൾ മൊത്തം 3 പ്രിഫറൻസ് അവിടെ കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ കോഴ്സ് മറ്റൊരു കോഴ്സ് നമ്മൾക്ക് BSc മാത്തമാറ്റിക്സ് കൊടുക്കാവുന്നതാണ്. ദെൻ മറ്റൊരു കോഴ്സ് BCom കൊടുക്കുന്നു. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ BCom സെൽഫ് ഫിനാൻസിങ് ആണ് വന്നത്. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് വേണ്ട, നിങ്ങൾക്ക് എയ്ഡഡ് ആണ് വേണ്ടതെങ്കിൽ BCom ഇവിടെ പോയി കഴിഞ്ഞാൽ BCom ഫിനാൻസ് എയ്ഡഡ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. നമ്മളത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെക്കമെൻഡേഷൻ ഡീറ്റെയിൽസ് ആണ്. ഓർക്കുക, സെൻറ്റ് തോമസ് കോളേജിലെ എല്ലാ അഡ്മിഷൻസും നമ്മൾക്ക് ക്യാപിറ്റേഷൻ ഫീയോ അതുപോലെ ഡൊണേഷനോ മറ്റൊരു കാര്യങ്ങളുടെ ബേസ് ചെയ്തിട്ടല്ല. ഇവിടെ ക്യാപിറ്റേഷൻ ഫീയോ ഡൊണേഷനോ ബേസ് ചെയ്ത് ഒരു അഡ്മിഷനും സെൻറ്റ് തോമസ് കോളേജിൽ നടക്കുന്നതല്ല. കുട്ടികളുടെ പ്യുവർ മെറിറ്റ് ബേസ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനോ റെഫർ ചെയ്യാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അത് ഇവിടെ എൻ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിൽ എഴുതി ചേർത്താലും മതിയാകും. സോ അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ദിസ് ഇസ് ദ ലാസ്റ്റ് സെക്ഷൻ. ഇവിടെ നമ്മൾ മൈ ആപ്ലിക്കേഷൻ സെക്ഷനിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ ഇങ്ങനെയുണ്ടാവും, മൈ ആപ്ലിക്കേഷൻ സെക്ഷൻ വരും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് കാണിച്ചിട്ടുണ്ടാകും. അപ്പോൾ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് സക്സസ് കാണിക്കുന്നില്ല, പെൻഡിങ് എന്നാണെങ്കിൽ ഇവിടെ ചെക്ക് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിനുശേഷം ഇവിടെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം ഇവിടെ 2 പേജ് ഉണ്ട്. 2 പേജ് പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇവിടെ റെക്കമെൻഡ് ചെയ്ത ആളുകളുണ്ട്, അവരുടെ ഒപ്പുകൾ വാങ്ങിച്ചതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഫോം നമ്മുടെ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ മാനേജിംഗ് ഡോട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം 2 പേജാണുള്ളത്. 2 പേജും കൂടെ ഒറ്റൊരു ഡോക്യുമെൻ്റ് ആയിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തതിന് ശേഷം അതൊരു PDF ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ലെറ്റേഴ്സ് ഇവിടെ 3 അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കഴിയുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, സെൻറ്റ് തോമസ് കോളേജിലേക്ക് അഡ്മിഷന് മറ്റൊരു ഏജൻസിയെയും നമ്മളിവിടെ ഏൽപ്പിച്ചിട്ടില്ല. എല്ലാം സെൻറ്റ് തോമസ് കോളേജ് വഴി മാത്രമാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. മറ്റ് ഇടനിലക്കാർ ഇവിടെ അഡ്മിഷന് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും, അഡ്മിഷൻ സംബന്ധിക്കുന്ന എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് 3 നമ്പറുകളുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് അത്തരം ഡീറ്റെയിൽസ്.
അത് നിങ്ങൾക്ക് അതിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ admissions@stthomas.ac.in എന്ന് പറയുന്ന ഇമെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾക്കിവിടെ ഡൊണേഷനോ ക്യാപിറ്റേഷൻ ഫീയോ ഒന്നുമില്ല. അത് ശ്രദ്ധിക്കുക. താങ്ക് യു.